നേമം വിക്ടറി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 75ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പത്ര റിപ്പോർട്ടേഴ്സിനും ബഹുമാനപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ശ്രീകല KV. ഞാൻ മാനേജ്മെൻറ്റ് ട്രസ്റ്റിയാണ്. ഒപ്പം ആ സ്കൂളിലെ അധ്യാപികയും പ്രിൻസിപ്പളുമായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഇദ്ദേഹത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നേമം പുഷ്പരാജ്. നേമം എന്ന് കേട്ടപ്പോഴേ അറിയാം, നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായി തീർന്ന അദ്ദേഹം ഇന്ന് സിനിമാ ലോകത്ത് എല്ലാവർക്കും അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം അതുപോലെ തന്നെ സിനിമയിലെ നിർമ്മാതാവാണ്. കല്ലിയൂർ ശശി എന്നാണ് പറയുന്നത്. കല്ലിയൂരും നേമത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ളതാണ്. അങ്ങനെ നേമ സ്കൂളിലെ 2 മഹത് വ്യക്തികളെയാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഷീബ S, ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. ഒപ്പം വിക്ടറി ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സാണ്. ആശാ S നായർ വിക്ടറി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സാണ്. ഇവരെല്ലാം കൺവീനേഴ്സാണ്. ബിന്ദു പിള്ള വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ലീന നായർ വിക്ടറി ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പളാണ്. നേമം വിക്ടറി സ്കൂളിൻ്റെ 75ാം വാർഷികാഘോഷമാണ്. ഉദ്ഘാടനം നടക്കുന്നത് ഈ വരുന്ന വ്യാഴാഴ്ച, അതായത് 13-ാം തീയതി നമ്മുടെ ആദരണീയനായ ഗോവ ഗവർണർ ശ്രീ PB ശ്രീധരൻപിള്ള അവറുകളാണ്. കൃത്യം 10:30 തന്നെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കും. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ MLA ആയ അഡ്വക്കേറ്റ് IB സതീഷ് സാറാണ്. അതായത് 2025 നമ്മൾ പൂർണ്ണമായിട്ടും ഇതിൻ്റെ ആഘോഷ പരിപാടികളായിട്ട് തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓരോ മാസവും ഓരോ ഇന്നോവേറ്റീവായിട്ടുള്ള പ്രോഗ്രാംസാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം, ഒരുപാട് മികവുള്ള വിദ്യാർത്ഥികളുടെ ഇപ്പം തന്നെ 2 പേരെ കൊണ്ടുവന്നു. ഇഷ്ടംമാതിരി പല നിലയിലും ഉള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമുണ്ട്, അവരുടെ പ്രോഗ്രാംസ് ഉണ്ട്. പൂർവ്വ അധ്യാപക സംഗമമുണ്ട്, അതിൻ്റേതായ പ്രോഗ്രാമുണ്ട്. മറ്റ് സ്കൂളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വിസ് കോമ്പറ്റീഷൻ, അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്കൂളിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം നമ്മൾ ഉടനെ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരുടെ കൈകളിലും അത് എത്തും. എല്ലാവരും നമ്മുടെ കൂടെ സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി. നമസ്കാരം. നേരത്തെ പറഞ്ഞു, ഞാൻ നേമം വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ HM ആണ്. ഞാനാണ് ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനർ. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വാഗ 2025 എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ വാഗ മീൻസ് വിക്ടറീസ് ആനിവേഴ്സറി ഓഫ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് ഓഫ് നോളജ് എന്നുള്ള അതാണ് ആ വാഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വാഗ 2025 7-ാം തീയതി തന്നെ കൊടിയേറുകയുണ്ടായി. അതേ തുടർന്ന് തന്നെ നമ്മുടെ ഫീഡിങ് സ്കൂളുകളിൽ വിളംബര ജാഥയായിട്ട് പോകുന്നുണ്ട്. ഇന്നലെ കവലകൾ തോറും, അതായത് ഈ ചുറ്റുപാട് നേമം പ്രദേശത്തെ ചുറ്റുപാടും ഉള്ള പ്രദേശങ്ങളിലെല്ലാം ഫ്ലാഷ് മോബ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്നും ബാക്കി പ്രദേശത്ത്, അതായത് ഊരൂട്ടമ്പലം
മാർത്താണ്ഡേശ്വരം ആ ഭാഗങ്ങളിൽ നിന്നും ഫ്ലാഷ് മോബ് വിളംബര ഘോഷയാത്ര വിളംബര ജാഥ നടത്തുകയാണ്. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമും ഇതോടെ നടത്തിക്കൊണ്ട് വരികയാണ്. അടുത്ത 13-ാം തീയതിയാണ് നമ്മുടെ ഇനാഗുറേഷൻ. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനും എല്ലാവരുടെയും ഒരു സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി. നമസ്കാരം. ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ടീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. നിയമ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക്, ഒരുപാട് കലാകാരന്മാർക്കും കായിക രംഗത്തുമൊക്കെ അതുല്യ പ്രതിഭകളെ സംഭാവന ചെയ്തൊരു സ്കൂളാണ്. നമ്മുടെ അയ്യപ്പൻ അവിടെ പഠിച്ച ആളാണ്. അതുപോലെ ഒരുപാട് പേര് അവിടെ നിന്ന് ഇറങ്ങിയവരുണ്ട് നമ്മുടെ. അപ്പോൾ എല്ലാ കാലത്തും വിക്ടറി ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലയ്ക്കും കായിക വിനോദങ്ങൾക്കുമൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സ്കൂളാണ്. അത് ഇപ്പോഴും അതിനേക്കാൾ കൂടുതൽ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 76-77 കാലത്താണ് ഞാൻ അവിടെ പഠിച്ചിരുന്നത്. പഠിക്കുന്ന കാലത്ത് ഞാൻ ആ സ്കൂളിൻ്റെ ലീഡറുമായിരുന്നു. ആ കാലത്തും ഒരുപാട് കാര്യങ്ങൾ, ഒരു വലിയ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു മാഗസീനൊക്കെ ഇറക്കാൻ കഴിഞ്ഞൊരു പീരീഡായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കലയ്ക്കും സംസ്കാരത്തിനുമൊക്കെ തന്നെ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഈ വലിയ കലാലയ മുത്തശ്ശിയെ ഇപ്പോൾ 75-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായവും ഉണ്ടാകണം. ഒരു പ്രദേശത്തിൻ്റെ തന്നെ വഴിവിളക്കായി നിൽക്കുന്ന ഈ സ്കൂളിന് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം. ഞാൻ ആ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതായത് 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ 68-ൽ പാസ്സായി ഇറങ്ങുന്നത് വരെ, SLC പാസ്സായി ഇറങ്ങുന്നത് വരെ ആ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഒരുപാട് നല്ല നല്ല ഓർമ്മകളും ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പഠിച്ചിരുന്ന ഒരു സ്കൂളാണ് എന്നോടൊപ്പം. അവരെല്ലാം ഈ 75-ാം വാർഷിക ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം പേര് വേറെ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. എന്നാലും വളരെയധികം പ്രസിദ്ധി ആർജിച്ച ആൾക്കാർ നാനാതുറയിലുള്ളവരും, ഡോക്ടേഴ്സുണ്ട്, അതുപോലെ സാഹിത്യകാരന്മാരുണ്ട്, സിനിമാ ലോകത്തുള്ളവരുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ എപ്പോഴും അഭിമാനിക്കുന്ന ഒരു സ്കൂളാണത്. ഇന്നും എപ്പോഴും ഞാൻ ആ വഴി പോകുമ്പോഴെല്ലാം ഒരു നോക്കാതെ പോകത്തില്ല. അങ്ങനെയുള്ളൊരു സ്കൂളായിരുന്നു വിക്ടറി ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ചരിത്രം അങ്ങനെയാണ്. അതിൻ്റെ ചരിത്രത്തോട് ഒരുപാട് ഇഴുകിച്ചേർന്ന ഒരു ജീവിതമായിരുന്നു എൻ്റെ സ്കൂൾ ജീവിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്ടറി ഹൈസ്കൂൾ എനിക്ക് വളരെ വേണ്ട ഒരു സംഭവമാണ്. അതായത് അപ്പോൾ 75-ാം വാർഷികം ആഘോഷിക്കുന്നത് 13-ാം തീയതിയാണ് എൻ്റെ ഫംഗ്ഷൻ എല്ലാം നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഈ ഒരു കവറേജ് നല്ലവണ്ണം നൽകി ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നന്ദി. ഈ ആഘോഷ പരിപാടികൾക്ക് ഒരു പേര് നിർണ്ണയിക്കണമെന്ന് വിചാരിച്ചു. അപ്പം വാഗാന്ന് പറഞ്ഞല്ലോ. അപ്പം ജനറൽ കൺവീനറുടെ മനസ്സിലുണ്ടായിരുന്നതാണ്. പഴയ മാനേജർമാർ വാസുദേവൻ നായരും കമലാഭായി അമ്മയാണ്. ആ 2 പേരുടെയും ആദ്യ അക്ഷരം എടുത്തപ്പോൾ സുന്ദരമായ ഒരു പേര് ലഭിച്ചു. അങ്ങനെയാണ് വാഗയുടെ വരവ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ന് ഈ മീറ്റിങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മീഡിയാസിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും മാനേജ്മെൻറ്റിൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.